ബീഹാർ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഏതാണ്ട് ഈ വർഷം അവസാനത്തോടടുത്ത് തിരഞ്ഞെടുപ്പ് നടക്കും ബീഹാർ നിയമസഭയിലേക്ക്. അവിടെ വോട്ടർ പട്ടിക പുതുക്കുന്ന തിരക്കിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിനുവേണ്ടി വലിയ ചില പദ്ധതികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ അതിനെ എതിർത്തുകൊണ്ട് കോൺഗ്രസ് അടക്കമുള്ള RJD അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ, തൃണമൂൽ ഉൾപ്പെടെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഏതൊരു വലിയ വിഭാഗം വോട്ടർമാരെ പുറത്താക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ചെയ്യുന്നത് എന്നാണ് ആക്ഷേപം. എന്താണ് ബീഹാറിൽ എന്താണ് നടക്കുന്നത്? ചേട്ടാ, എന്തായാലും രണ്ട് പാർട്ടികളുടെ പേര് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് RJDയും ഒന്ന് തൃണമൂൽ കോൺഗ്രസ്സാണ്. തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരിയായ വഴിയിലാണ് പോകുന്നത്. കാരണം ബംഗാളുമായി ബന്ധപ്പെട്ടും ഈ വിവാദം നിൽക്കുന്നുണ്ട്. ബംഗ്ലാദേശികളും അതോടൊപ്പം തന്നെ റോഹിംഗ്യ മുസ്ലിങ്ങളും മറ്റു കുടിയേറ്റക്കാരും ഇന്ത്യയിലേക്ക് കടന്നു കയറി അവർ ഇവിടെ താമസിക്കുകയും അവർക്ക് വലിയ രീതിയിൽ തന്നെ രേഖകൾ ID കാർഡ് ഉൾപ്പെടെ നൽകുകയും ചെയ്യുകയും ഇവർ പിന്നീട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇടപെട്ട് എന്താണോ ഇന്ത്യയുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് തെറ്റായ ഒരു ജനാധിപത്യ വിധിയെ സൃഷ്ടിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. അതിന് തടയിടാൻ വേണ്ടിയാണ് അത് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ബംഗാളിലും ആസാമിലും അടക്കമുള്ള വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ ഇത് വലിയ രീതിയിൽ പറയുന്നുണ്ട്. ഈ വിഷയം ചർച്ചയാകുന്നുണ്ട്. അത് അങ്ങനെ ഡൽഹിയിൽ പോലും റോഹിംഗ്യകൾ കുടിയേറി അഭയാർത്ഥികളായിട്ട് വന്ന് കിടപ്പുണ്ട്. അവർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ആയിരക്കണക്കിന് പേരുടെ രേഖകൾ പരിശോധിച്ചപ്പോൾ റോഹിംഗ്യയാണെന്ന് മനസ്സിലാക്കി, ബംഗ്ലാദേശികളാണെന്ന് മനസ്സിലാക്കി വോട്ടർ പട്ടികയിൽ നിന്നും പേര് വെട്ടിക്കളയുന്ന ആം ആദ്മി പാർട്ടി അവിടെ തോറ്റത്. അതെ, അന്ന് തുടക്കത്തിലും ഇത്തരത്തിലുള്ള ബീഹാർ തെരഞ്ഞെടുപ്പിന് സമാനമായി തന്നെ അന്ന് വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ അന്നും വലിയ എതിർപ്പുണ്ടായിരുന്നു. സുപ്രീം കോടതിയിൽ അടക്കം പോയി അന്ന്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതാണ് ശരിയെന്ന് മനസ്സിലാക്കി സുപ്രീം കോടതി അടക്കമുള്ള നിയമ സംവിധാനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടൊപ്പം നിൽക്കുകയും പിന്നീട് ആ തീരുമാനവുമായി മുന്നോട്ട് പോവുകയും അങ്ങനെയാണ് യഥാർത്ഥ ജനവിധി ഉണ്ടാകുന്നത്. ഇപ്പോൾ അതിന് സമാനമായി തന്നെയാണ് ഈ ബീഹാറിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമായ നിയമ നടപടികളുമായി അതെ, ഈ പൗരത്വം നൽകാൻ എന്താണ് ബുദ്ധിമുട്ട്? ഇവർക്ക് രേഖകളില്ലേ? ഈ രേഖകളില്ലാതെ ഇപ്പൊ നാം ഒരു റെയിൽവേ ടിക്കറ്റ് എടുക്കാൻ പോകുന്നു. ചിലപ്പോൾ അവിടെ നമ്മോട് ID കാർഡോ അതോ ആധാർ ആവശ്യപ്പെട്ടാൽ അത് നൽകുന്നതിൽ നമുക്ക് എന്താണ് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ട്. അതെ, അത്തരം രേഖകൾ നൽകാം. ഇതിപ്പോൾ അതിനെ കൂടാതെ തന്നെ 11 രേഖകൾ കൂടുതൽ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇന്ത്യക്കാർക്ക് എന്താണ് ഹാജരാക്കാൻ ബുദ്ധിമുട്ട്? നമ്മളൊന്നും വേണ്ട, ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പോകുമ്പോൾ എന്തെല്ലാം ചെയ്യും? ഫോട്ടോ അല്ലേ, അതോടൊപ്പം തന്നെ ആധാർ, റേഷൻ കാർഡിന്റെ കോപ്പി എന്തെല്ലാം കൊടുക്കേണ്ടി വരുന്നു. നമ്മുടെ വോട്ടേഴ്സ് ID കാർഡ്, പിന്നെ ഈ താമസ സ്ഥലത്തിന്റെ രേഖകൾ, ഇതെല്ലാം നമുക്ക് കൊടുക്കേണ്ടി വരുന്നു. അതെ എന്ന് പറഞ്ഞ് അപ്പോൾ ഈ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നു പറ്റില്ല, ഞാൻ ഇന്ത്യക്കാരനാണ്, എന്നെ കണ്ടാൽ അറിയില്ല ഞാൻ ഇന്ത്യക്കാരനാണെന്ന്, എന്റെ രേഖയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നടക്കും? അതൊന്നും നടക്കുന്ന കാര്യമല്ല. ആ രീതിക്ക് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പുനഃപരിശോധിക്കുമ്പോൾ പുതുതായി കൂടുതൽ ആൾക്കാരെ ചേർക്കുമ്പോൾ കർശനമായ നടപടി സ്വീകരിക്കുന്നു. ഇപ്പോൾ അതിനെതിരെയാണ് എന്തായാലും RJD അടക്കമുള്ള കോൺഗ്രസ് അടക്കമുള്ള തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ രംഗത്ത് വന്നിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നപ്പോൾ തന്നെ മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കണം. ഇനി തിരഞ്ഞെടുപ്പ് വരുന്നത് ബംഗാളിലേക്കാണ്. ബംഗാളുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദം ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. ബംഗാളിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ മുഴുവനും ബംഗ്ലാദേശികൾ കടന്നു കയറുകയും ആ പ്രദേശങ്ങളിൽ ഇത്തരം വ്യാജ ID കാർഡുകൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം പോവുകയാണ്. അതിന് എല്ലാ കാലത്തും പിന്തുണ നൽകുന്നത് ഒരു കാലത്ത് CPM ആയിരുന്നു. CPM പാർട്ടി പൂർണ്ണമായി തന്നെ തകർന്നതിന് ശേഷം ഈ ബംഗ്ലാദേശികൾ തൃണമൂലുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. അത് നാം പല ഘട്ടങ്ങളിലും കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഏറ്റവും അവസാന വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തന്നെ ആ ജില്ലയിൽ സംഘർഷം നടന്നു. അല്ലാതെ ഇന്ത്യയിലെ മറ്റെവിടെയാണ് സംഘർഷം നടന്നിട്ടുള്ളത്? അവിടെ ആ പ്രദേശത്തിന്റെ പ്രത്യേകത എന്താണ്? ന്യൂനപക്ഷം തിങ്ങിപ്പാർക്കുന്നു, പ്രത്യേകിച്ച് ബംഗ്ലാദേശ് കുടിയേറ്റക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. അവർ എല്ലാ കാലത്തും തലവേദന. എന്തിനു പറയുന്നു മുർഷിദാബാദിൽ? ഇങ്ങ് നമ്മുടെ UP-യിൽ ശ്രീകൃഷ്ണ ജന്മസ്ഥലമായ മധുരയിൽ നിന്ന് കഴിഞ്ഞ ദിവസം അനേകം ബംഗ്ലാദേശികളെ പിടികൂടി. അവരെ പോലീസ് നിരത്തി നിർത്തി, ചെറിയ സംഖ്യയൊന്നുമല്ല, 100-ലധികം പേർ വരും. അവരെ നിരത്തി നിർത്തി ഫോട്ടോയൊക്കെ എടുത്ത് കൃത്യമായിട്ട് അവർ ബംഗ്ലാദേശികളാണെന്ന് മനസ്സിലാക്കി അവരെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി UP-യിൽ ഇത്രയും ഉണ്ടെങ്കിൽ, UP-യിലെ ഒരു നഗരത്തിൽ നിന്ന് ഇത്രയും പേരെ പിടിച്ചെങ്കിൽ ബീഹാറിലും ബംഗാളിലുമൊക്കെ എന്തായിരിക്കും സ്ഥിതി?
പ്രത്യേകിച്ച് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇപ്പോൾ വലിയ വിമർശനം ഉന്നയിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ജാഗ്രതയോടെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെറിയൊരു വീഴ്ച മതി രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ തക്കം പാർത്തിരിക്കുകയാണ് ഇവരെ അടിക്കാനായി. അതുകൊണ്ട് തന്നെയാണ് ആ ജാഗ്രത പാലിക്കുന്നത്. ആ ജാഗ്രതയുടെ ബലമായി തന്നെയാണ് ഈ ബീഹാറുമായി ബന്ധപ്പെട്ട് എല്ലാം കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. രാഹുൽ ഗാന്ധി ഈ രാഷ്ട്രീയ നിരീക്ഷകർ കളിയാക്കുമ്പോൾ അദ്ദേഹം ഒരു പപ്പുമോനാണ്. അദ്ദേഹം എന്തും വിളിച്ചു പറയും, വിളിച്ചു പറയുകയും ചെയ്യും, ഉള്ളതും വിളിച്ചു പറയും, ഇല്ലാത്തതും വിളിച്ചു പറയും. അത് നാം കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് EVM-മായി ബന്ധപ്പെട്ടാണ്. EVM-മായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളിലും ഈ കോൺഗ്രസിന്റെ ഘടകകക്ഷികൾ ജയിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഴുവൻ മൗനമാണ്. അവിടെ EVM-ന് ഒരു പ്രശ്നമില്ല. അതെ, ഒരു പ്രശ്നവുമില്ല. ജമ്മു കാശ്മീരിൽ EVM-ന് പ്രശ്നമില്ല, ഹിമാചലിൽ പ്രശ്നമില്ല, ഈ ജാർഖണ്ഡിൽ പ്രശ്നമില്ല, തെലങ്കാനയിലും കർണാടകത്തിലും പ്രശ്നവുമില്ല. അവിടെ ജയിക്കുമ്പോൾ മതേതരത്വത്തിന്റെ വിജയമാണ്, സ്നേഹത്തിന്റെ കടയാണ്. പക്ഷേ ഈ ബാക്കി ഗുജറാത്തിലോ മധ്യപ്രദേശിലോ ഡൽഹിയിലോ ജയിക്കുമ്പോൾ EVM കൃത്രിമമുണ്ട്. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി മൈക്ക് കിട്ടിയാൽ ഇത് മാത്രമേ പറയാനുള്ളൂ. അവിടെ മഹാരാഷ്ട്രയിലെ വിജയം കണ്ടില്ല, അവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായി, അവർ തിരിമറി നടത്തി. ഇപ്പോൾ കോടതിയിൽ പോലും അതുമായി ഇപ്പോൾ അദ്ദേഹം പോകുന്നുണ്ടല്ലോ രാഹുൽ ഗാന്ധി. കോടതിയൊക്കെ ആ ഹർജി തള്ളി. രാഹുൽ ഗാന്ധിക്ക് മുഖമടച്ച് കിട്ടിയ അടിയാണ് കോടതിയിൽ നിന്ന് ലഭിച്ചത്. ഈ പറയുന്നത് പോലെ എത്രയോ ലക്ഷം വോട്ടർമാർ വൈകിട്ട് 6 മണിക്ക് ശേഷം വോട്ട് ചെയ്തു എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. ഇതൊക്കെ കോടതി ചോദിച്ചു, നിങ്ങൾ ഇത്രയും ദിവസം ഇവിടെ പോയിരിക്കുകയായിരുന്നു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണി ഇത്രയും ദിവസങ്ങളായി, ഇത്രയും ദിവസങ്ങൾ നിങ്ങൾ ഉറങ്ങുകയായിരുന്നു എന്നാണ് കോടതി ചോദിച്ചത്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ എന്തിനും ഏതിനും ഭരണപക്ഷത്തെയും നരേന്ദ്രമോദിയെയും BJP-യെയും ഒക്കെ കുറ്റം പറയുക, തെറി വിളിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ശീലമായി. അതോടൊപ്പം തന്നെ നാം അത് കേരളത്തിലേക്ക് ചർച്ച വ്യാപിപ്പിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ആറ്റിങ്ങൽ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഈ അടൂർ പ്രകാശാണ് ഇത്തരം വിഷയം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. ഇരട്ട വോട്ട് വിവാദം. അങ്ങനെയാണ് ഈ കേരളത്തിൽ കോൺഗ്രസിന് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നു, അവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഇരട്ട വോട്ടുണ്ടാകുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രദ്ധിക്കുന്നില്ല, അവർ CPM-ന് അനുകൂലമായി പ്രവർത്തിക്കുക. 50 പേരുടെയാണ് ഇരട്ട വോട്ട് കണ്ടെത്തിയത് പരിശോധനയിൽ. അല്ല, ഇതേ സംഭവം അതൊക്കെ എററാണ്, ക്ലറിക്കൽ മിസ്റ്റേക്കുകൾ വരുന്നത്. അല്ല, ആ സംഭവത്ത് അങ്ങനെ മാറ്റിയില്ലെന്ന് പറഞ്ഞാണ്, കൃത്യമായ രേഖയില്ലാതെ നിങ്ങൾ ചേർത്തു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്തുന്ന ഒരു പാർട്ടിയാണ് ബീഹാറിലേക്ക് പോകുമ്പോൾ ഒരു മറുകണ്ഠം ചാടിയിട്ട് പറയുന്നത്. അവിടെ പോകുമ്പോൾ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങൾ കൃത്യമായ രേഖകൾ കൊണ്ടുവരും, നിങ്ങൾ വോട്ടർ പട്ടികയിൽ ചേർക്കാമെന്ന് പറയുമ്പോൾ അവിടെ രേഖ ഹാജരാക്കുന്നില്ല. പക്ഷേ ഇതേ സംഭവം തന്നെ കൃത്യമായ രേഖ നൽകാതെ ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള, അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇരട്ട വോട്ടും, അതോടൊപ്പം തന്നെ CPM-മായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവമുണ്ടല്ലോ, ഒരു ബൂത്തിൽ 3-4 ബൂത്തിൽ ഒരാൾ തന്നെ വോട്ട് ചെയ്യും. കാരണം എന്ന് പറയുമ്പോൾ അറിയാലോ, ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ, ഇപ്പോൾ നാം ഇരിക്കുന്ന തിരുവനന്തപുരം മണ്ഡലം, അപ്പോൾ ഈ മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലത്തിൽ വോട്ടുണ്ട്, സമീപത്തെ വട്ടൂർക്കാവ് മണ്ഡലത്തിൽ വോട്ട്, അപ്പോൾ 2 വോട്ടാണ്. അതെ, മനസ്സിലായി. ആ രീതിയിലേക്ക് CPM-ആണ് ഇത് കൃത്യമായി മുതലാക്കുന്നത്. അവർ വളരെ രീതിയിൽ തന്ത്രപരമായി 2 ഇടങ്ങളിൽ ആ രീതിയിൽ വോട്ട് ചെയ്യുന്നത്. മഷി മായ്ക്കാനൊക്കെ അവർക്ക് പ്രത്യേക സംവിധാനങ്ങളുണ്ടെന്നൊക്കെ എതിരാളികൾ ആരോപിക്കുക. അല്ല, കണ്ണൂരിൽ നാം കണ്ടിട്ടുണ്ടല്ലോ ഈ ദൃശ്യങ്ങൾ, ലൈവ് സ്ട്രീമിംഗിന്റെ ഇടയിൽ മരണപ്പെട്ടവനും അല്ലെ വിദേശത്തുള്ളവനും ഉൾപ്പെടെ വന്ന് വോട്ട് ചെയ്ത കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. അത് ഈ ട്രോളർമാർ ഉൾപ്പെടെ പറയുന്നുണ്ട്, ഈ മരണപ്പെട്ടവരെ കാണണമെങ്കിൽ 5 വർഷത്തിലൊരിക്കൽ തെരഞ്ഞെടുപ്പ് ബൂത്തിൽ പോയാൽ മതി, ഈ മരിച്ച ആൾക്കാരൊക്കെ വന്ന് വോട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. ആ രീതിയിലാണ് എന്തായാലും കേരളത്തിൽ പോകുന്നത്. കേരളത്തിലെ വീഴ്ചകൾ, കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരം നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് തന്നെ പോകണം, അല്ലെ? കേരളത്തിൽ തന്നെ ചിലപ്പോൾ ബീഹാറിൽ ഏതാണ്ട് 1,04,00,000 ലക്ഷത്തോളം പേർ ഈ ഫോം പൂരിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളവർ അതിന്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ചോദിക്കുന്നു, ജനങ്ങൾക്കില്ലാത്ത വേവലാതി എന്തിനാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ന് മനസ്സിലാകുന്നത്? ജനങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളാണ്. ബീഹാറികൾക്ക് വിഷമിക്കുമ്പോഴാണ്, അല്ല ബംഗ്ലാദേശികൾക്കും റോഹിംഗ്യങ്ങൾക്കും വിഷമിക്കുമ്പോഴാണ് കോൺഗ്രസിന് നോവുന്നത്, കോൺഗ്രസിന് നോവുന്നത്, RJDക്ക് നോവുന്നതും ഉൾപ്പെടെയുള്ളത്. ആ രീതിയിലാണ് അവർ സൂചിപ്പിച്ചത്. ഇന്ത്യയിലെ ജനങ്ങളെ കുറിച്ചാണ്, ഇന്ത്യയിലെ വോട്ടർമാർ കൃത്യമായി തന്നെ വിവരങ്ങൾ നൽകുന്നുണ്ട്. കാരണം നൽകാൻ അവരെ കയ്യിൽ ഇരിക്കുകയല്ലേ. നമ്മുടെ കയ്യിലുള്ള കാര്യം നമ്മൾ കൊടുക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? ഇല്ലാതിരിക്കുമ്പോഴല്ലേ പ്രശ്നം. എന്തിനാണ് നിങ്ങൾ ചോദിക്കുന്നത്? എന്തായാലും ബീഹാറിലെ യഥാർത്ഥ വോട്ടർ പട്ടിക വരട്ടെ. അപ്പോൾ നമുക്കറിയാം ബീഹാറിൽ ഇന്ത്യയിലെ വോട്ടർമാർ ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ തെളിയും എന്ന് തീർച്ചയായും.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.